എന്ന് പേരുള്ള ഏതോ ഒരു പെൺകുട്ടി പ്രസവിച്ചു എന്ന് അവിടെ നിന്ന് ഭർത്താവിനോട് പറഞ്ഞതാ. അപ്പോഴേക്കും ഒരു 100 പ്രാവശ്യം ഞാൻ പറഞ്ഞതാ അങ്ങനെ ഒരാളില്ലെന്ന്. കേക്കണ്ടേ? എന്റെ കവിള് കടിച്ചു കീറി. 25 പവന്റെ ആഭരണ കൊള്ളപ്പലിശക്ക് ബ്ലേഡിൽ നിന്ന് എടുത്ത് വാങ്ങി വെച്ചതായെല്ലാം. സാമദ്രോഹി. ആരെയോ കാണിക്കാനെന്നും പറഞ്ഞ് എടുത്തോണ്ട് ഓടി. സ്വർണ്ണ ലിസ്റ്റിലുള്ളതെല്ലാം ഉണ്ട്. ഉണ്ട് ഉണ്ട്. കർത്താവേ കാത്തു. അല്ലോ കുറെ പട്ടുസാരിയും ചുരിദാറൊക്കെ വാരി വലിച്ചെടുത്തൊരു ഓട്ട. പുറകെ വണ്ടിയെടുത്ത് പാഞ്ഞു. എവിടെ പൊടി പോലും കണ്ടില്ല. തുണികളെല്ലാം ഉണ്ട്. സാരി 5, ചുരിദാർ 10. പടച്ചോനെ കൈ പോയില്ല. ഒരു കസ്റ്റമർ വരുമ്പോ അവർക്ക് ഏകദേശം ഒരു ഐഡിയ കാണും എന്തു വാങ്ങണമെന്ന്. എന്റെ ഗുരുവായൂരപ്പാ, ഇത് എല്ലാ ഐറ്റവും ഓരോന്ന് വേണമെന്ന് പറഞ്ഞു. അപ്പഴേ പിടിച്ച് കെട്ടേണ്ടതായിരുന്നു. സൂപ്പർ മാർക്കറ്റിലെ ഒരു സാധനവും നഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷെ എന്റെ മാനം നഷ്ടപ്പെട്ടു. അതോ അത് മാത്രം ഇവിടെ കണ്ടില്ല. എന്നെ ഇങ്ങനെ ഓടിക്കണം എന്ത് തെറ്റാണോ ഞാൻ ചെയ്തത്? ജീവൻ വട്ടി ശരിക്കും മൂത്തെന്നാ കേട്ടത്. പാക്കറമില്ലേടെ തലവിധി. ഞങ്ങളുടെ പൊന്നല്ലോ എന്നെ ഓടിച്ചിട്ട് പിടിച്ചിട്ട് എന്ത് ചെയ്യണമെന്ന് പറ. വണ്ടി വീട്ടു നടയിൽ നിർത്തിയിട്ടിരിക്ക. പിടി കിട്ടിയാൽ അടുത്ത നിമിഷം ഊളം പാറ. നല്ല പോലല്ലേ നീ ഓടില്ല. നിനക്ക് സൂക്കേടാ. ആദ്യം അത് പറ. എനിക്ക് എന്ത് സൂക്കേടാ? സ്കിസോഫ്രേനിയ എന്നാണ് ഈ രോഗത്തിന്റെ പേര്. സ്കെനോഗ്ലൂസി എന്നും പറയും. റഷ്യയിൽ മാത്രം ഇതിന് പെരിസ്ട്രോയിക്ക എന്ന് പറയും. നിങ്ങളുടെ ഈ പിടിയുടെ ബലം കൊണ്ടാണ് ഞാൻ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നത് കരുതണ്ടോ? ഈ കിട്ടുണ്ണിയൊക്കെ വന്ന് കാല് പിടിച്ചിട്ടാ ഞാനായിട്ട് വന്ന് ഇതിന്റെ അകത്ത് കയറിയത്. അപ്പോഴാ ഈ ബലാത്സംഗം. ഈ പിടി വിട്ടാൽ ഞാൻ ഓടണമെന്നില്ല. പിടിച്ചിരിക്കുന്നുണ്ട്, ഓടാതിരിക്കണമെന്നില്ല. അമ്മ കറിയാതെ എല്ലാം ശരിയാവും. ഈ ജീവൻ ശരിയാക്കും. ഡോക്ടറെ ആ കോയിൽ എനിക്ക് എത്ര പേരാ? നിങ്ങളൊക്കെ ഭ്രാന്തന്മാരാ. പക്ഷെ ഈ ചേട്ടനെ കിட்ட തോന്നില്ലാട്ടാ. ഇതുപോലെ നിങ്ങൾ ആരും വിഷമിക്കണ്ട. ഒരു ഷോക്ക് കൊണ്ട് തന്നെ ജീവൻ. എന്റെ കുഞ്ഞിനെ അവര് വേദനിപ്പിക്കോ? അവനെ പ്രസവിച്ചപ്പോ നീ അനുഭവിച്ച വേദന ഏതായാലും അവനുണ്ടാവില്ല. പോരെ മതി. ഡോക്ടർ, വട്ടുള്ളവരുടെ ഒരു ലിസ്റ്റ് ഞാൻ തരാം. സാഹിത്യകാരന്മാർ, ചിന്തകന്മാർ, സയന്റിസ്റ്റുകൾ, കലാകാരന്മാർ, കാമുകന്മാർ, ഇങ്ങനെ നീളും. ഇതിപ്പോ കലാകാരനും കാമുകനും ചേർന്ന് വന്നപ്പോ ഡബിൾ ആയതാ. ലേശം ഞാൻ ഓവർ കളിച്ചതാ. എന്റെ മനസ്സിൽ പ്രേമാ ഡോക്ടർ. നല്ല അസല് കറയില്ലാത്ത പ്രേമം. ഈ പ്രാണം പോലും കളയുമെന്നൊക്കെ പറയുന്ന സ്റ്റേജില്ലേ അത്. ഇതാരോടാ പറയാ? ഒന്നെനിക്കിപ്പോ മനസ്സിലായി. കളിക്കളം മാറണം. ഡോക്ടർ, എന്റെ ജീവിതത്തിൽ എനിക്ക് ഒത്തിരി ദൂരം പോവാനുണ്ട്. ഈ വട്ടുന്നതിന് തടസ്സമാകാൻ ഞാൻ സമ്മതിക്കില്ല. എന്നെ സഹായിക്കണം. ഒരു അനുജനെ പോലെ കരുതി എന്നെ സ്നേഹിക്കണം. വട്ടില്ലാത്തൊരു അനിയൻ, വട്ടില്ലാത്തൊരു ചേട്ടനോട് അപേക്ഷിക്കാണ്. പ്ലീസ്. യു ആർ റിയലി എ വണ്ടർഫുൾ ക്യാരക്ടർ. ഞാൻ ആദ്യമായിട്ടാണോ ഇത്രയും നോർമൽ ആയിട്ടുള്ള ഒരാളെ കാണുന്നത്. നീ വിജയിക്കും. എവിടെ ചെന്നാലും വിജയിക്കും. എനിക്ക് വേണ്ടി ഒരു കട്ടിലും 4 കഷ്ണം ചങ്ങലയും മാറ്റിവെക്കാൻ ഉദ്ദേശമില്ലെങ്കിൽ അതെന്റെ അമ്മയോടൊന്ന് പറഞ്ഞൂടെ? അവർക്കും സമാധാനാവും. ഞാൻ പറഞ്ഞില്ല അമ്മയുടെ വിഷമൊക്കെ മാറുമെന്ന്. മാറിയില്ലേ? ദേ ഈ അച്ഛനും കിട്ടുണ്ണിക്കും രാമൂനൊക്കെയുള്ള വട്ടേ എനിക്കുള്ളൂ. അതൊക്കെ ഒരു വട്ടാണെങ്കിൽ എത്ര ലക്ഷം പേരെ എടുത്ത് ചികിത്സിക്കേണ്ടി വരും. അത് ശരിയാ. ചില സമയത്ത് നമ്മുടെയൊക്കെ പ്രവൃത്തി കണ്ടാലും വട്ടാണെന്നേ തോന്നുന്നു. ഇല്ല കിട്ടുണ്ടി. അതുള്ളതാ. വട്ട് അയ്യോ വട്ടില്ലാന്ന് പറഞ്ഞ സ്ഥിതിക്ക് പേടിക്കേണ്ട കാര്യമില്ല. കാര്യമില്ല പോലും. തന്റെ മോനെ ഇങ്ങനെ പോയെങ്കിൽ താൻ സഹിക്കും. നഷ്ടം നമുക്കാ. അത് നാട്ടുകാരെ കടിച്ചു കയറണ്ട. കുട്ടിയുടെ കയ്യിലിരിക്കുന്ന ലിഖിതം അവൻ ആ രചിക്കപ്പെട്ടതാണെങ്കിൽ അതൊന്ന് വായിച്ചു കേൾക്കുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല.
എത്രയും പ്രിയപ്പെട്ട അച്ഛനും അമ്മയും ശാലിനിയും കൂട്ടുകാരും നാട്ടുകാരും വായിച്ചറിയാൻ. സോ ഗ്രേറ്റ്ഫുൾ. അതെ, നന്ദിയുള്ളവനാ, ആരെയും വിട്ടുപോയിട്ടില്ല. നിങ്ങളില്ലാത്ത ഞാനും ഞാനില്ലാത്ത നിങ്ങളും ഒരുപോലെയാണ്. എന്നാൽ എന്റെ ലക്ഷ്യം ഉന്നതിയാണ്. ഞാൻ പ്രശസ്തനാവും. എന്റെ മടക്കം ഉടനെ ഇല്ലെങ്കിലും നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഈ മുഖം TV ചാനലുകൾ നിങ്ങൾക്ക് കാണിച്ചു തരും. ഞാൻ അറിയാതെ എനിക്ക് ഏതെങ്കിലും ശത്രുക്കൾ ഉണ്ടെങ്കിൽ അവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ആ ഡോക്ടർ വളരെ നല്ലവനാ. 500 രൂപ അദ്ദേഹം എനിക്ക് വഴിച്ചെലവിന് തന്നു. അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം. സ്നേഹപൂർവ്വം, ഈ നാടിന്റെ പുത്രൻ അല്ല, നിങ്ങളുടെ ജീവൻ. കത്തിന് നല്ല നിലവാരമുണ്ട്. ഹലോ. ഹലോ, മഹേന്ദ്രൻ സാറിന്റെ വീടാണോ? അതെ, നിങ്ങൾ ആരാണ്? മഹേന്ദ്രൻ സാറിന്റെ ചേച്ചിയാണോ? ചേച്ചിയല്ല, ഭാര്യ. ഒരാളെ തൂക്കിക്കൊല്ലാൻ പോകുമ്പോ ചോദിക്കില്ലേ അവസാനത്തെ ആഗ്രഹം എന്താന്ന്? അങ്ങനെ അവസാനത്തെ ആഗ്രഹമായിട്ട് ഒരുപ്പം വിളിക്കുകയാണ്. സാറിന് ഒന്ന് കിട്ടണം പ്ലീസ്. വിളിക്കാം. ഹലോ സാർ, സാറിന്റെ ശബ്ദത്തിന് ഓക്സിജന്റെ ശക്തിയാണ് സാർ. എനിക്ക് ഇപ്പോഴാണ് ജീവൻ വന്നത്, ഞാൻ ജീവനായത്. എന്നെ മനസ്സിലായില്ലേ? ഞാൻ ഐരാണിക്കലല്ലേ, സ്നേഹയെ കല്യാണം കഴിച്ച ഭർത്താവ്. മനസ്സിലായി മനസ്സിലായി. തന്നെ അത്ര എളുപ്പം ആർക്കും മറക്കാൻ പറ്റില്ലടോ. പറ, പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? വിശേഷം അത്ര നല്ലതൊന്നുമല്ല. ഞാനിപ്പോ സാറിന്റെ നാട്ടിലാ. സാർ, എനിക്ക് ഷൂട്ടിങ്ങിൽ എന്തെങ്കിലും ഒരു ജോലി അല്ലെങ്കിൽ ഒരു വേഷം. ആ, നാളെ കാർത്തിക സ്റ്റുഡിയോയിൽ വാ. ഇത്രയും പതുക്കെ പറഞ്ഞിട്ട് ലൈറ്റ് കത്തിയത് കണ്ടില്ലേ നിന്നെ? സാർ, കസേര ചായ എടുക്കട്ടെ? വേണ്ട വേണ്ട. ഹലോ, എന്തുണ്ട്? അയ്യോ, അന്നേരത്തെ സീൻ കൊള്ളായിരുന്നിട്ടാ. അതെയോ? ഹെൽപ്പ് ചെയ്യണേ. പിന്നെന്താ? ഹലോ, നമസ്കാരം. നമസ്കാരം. ശരിയെന്നാ. ആ ഹലോ. ഹലോ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അയ്യോ, അനീഷുമായിട്ടുള്ള സീന നമ്മൾ എടുക്കാൻ പോകുന്നു. ഓ, അപ്പൊ ഞാൻ റെഡി ആട്ടെ സർ. ഓക്കെ. ഓക്കെ. ഞാൻ കരുതി എന്റെ ഭർത്ത് കാണുന്നത്. ഹേയ്, അത് വേണ്ട, ക്ലീശയാ. ഇത്രയും വലിയ, ഇത്രയും സുന്ദരിയായ ഒരു താരം ഈ പാവപ്പെട്ടവനെ. ഛെ, ഇത് തറ സോപ്പ്. വേണ്ട വേണ്ട. ഈ സ്നേഹം തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. ആ മനസ്സിൽ എനിക്കൊരു സ്ഥാനമുണ്ടെന്ന് മനസ്സിലായി. ഇതൊക്കെ അല്ലെങ്കിൽ വരണ പോലെ വരട്ടെ. ദൈവമേ, അടുത്ത് കാണുമ്പോ ബോധം കെട്ടി വീഴാതിരുന്നാ മതിയായിരുന്നു. അമ്മേ. എന്റെ മനസ്സിൽ എന്തായിരുന്നു നിന്റെ മനസ്സിൽ? എന്തായിരുന്നു നിന്റെ മനസ്സിൽ? അത് തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? തുറന്ന് പറയാൻ പാടില്ലായിരുന്നോ? നിങ്ങൾ ആരുമില്ല. ആരാ ചോദിച്ചത്? ഇയാൾ ആരാ? എന്തിനാ ഇതിനകത്തോട്ട് വന്നത്? എന്താ മോളെ ചോദിച്ചത് കേട്ടില്ലേ? സ്നേഹ, ഇത് ജീവനാണ്. നമ്മൾ ഔട്ട്ഡോർ പോയപ്പോ കണ്ട. ഓ, ആരായാലും എന്താ, ഒന്ന് വിളിച്ചോണ്ട് പോ. ജീവ, സാറ് വിളിക്കുന്നുണ്ട്. ജീവ. സാറ് വിളിക്കുന്നു പറഞ്ഞില്ലേ? എന്താ സാർ എന്താ സാർ വിളിച്ചത്? ഓക്കെ ഓക്കെ, റെഡി. റിഹേഴ്സൽ നോക്കാം. റെഡി സർ. മറിക്കും. ആക്ഷൻ. അലീന, നിന്നെ മനസ്സിലാക്കാൻ എനിക്ക് കഴിയുന്നില്ല. റോളി. ഞാൻ പറഞ്ഞിട്ടില്ലേ നിശാന്തിനോട്, ആർക്കും ആരെയും പൂർണ്ണമായി സ്വന്തമാക്കാൻ കഴിയില്ല. ഓരോ മനസ്സിലും നമ്മൾ അറിയാതെ തന്നെ മറ്റാരെങ്കിലും കുടിയും. ചാർജ് ചെയ്യാം. സ്നേഹത്തിന്റെ തീവ്രതയ്ക്ക് നോക്ക്. ഒരു വിലയുണ്ടാവില്ല.
പക്ഷെ എനിക്ക് മാത്രം അറിയാവുന്നുണ്ട്, ഈ മനസ്സിൽ പൂർണ്ണമായി ഒരാൾ, അത് നീ മാത്രം. അലീന,